അതിപ്പോ നീ ഒന്നു ചോദിക്കണേ. ഓക്കെ അല്ലേ? പാടാം. പാർവതിയോട് ഒരു മെസ്സേജ് അയക്കുകയുണ്ടായി, സോറി എന്ന് പറഞ്ഞ്. ആര് മെസ്സേജ് അയച്ചു? അനൂപ് മാഷ് ഭാര്യയ്ക്ക് അയച്ചു എന്നാണ് പറഞ്ഞത്. ഭാര്യയ്ക്ക് ഒരു മെസ്സേജ് അയച്ചു. മറുനാടൻ ചാനലിലൂടെ ഈ വാർത്ത അറിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ നടുങ്ങിപ്പോയി. അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ച ഒരു കാറ് അദ്ദേഹം ചുരുങ്ങിയ ദിവസങ്ങൾക്ക് മുൻപാണ് വാങ്ങിയത്. ഇലഞ്ഞി, ഇന്ദ്രിയങ്ങളിൽ പടരും ഈണങ്ങളുമായി ഇലഞ്ഞിക്കൂട്ടം. അവര് അന്നത്തെ ദിവസം പോലും പുതിയ വണ്ടിയിൽ കുട്ടികളെ തന്നെ സ്കൂളിലേക്ക് ആക്കുകയും അന്ന് ഉച്ച തിരിഞ്ഞിട്ട് മാഷ് തന്നെയാണ് കുട്ടികളെ തന്നെ കൊണ്ടുവരികയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. അപ്പൊ എന്നോട് പറഞ്ഞു ഗസ്റ്റ് വന്നിട്ടുണ്ട്, അപ്പൊ ഞാൻ 10 മിനിറ്റ് വൈകും എന്ന് പറഞ്ഞു. എന്നും കാണാറുണ്ട്. ചെറുപ്പം പോലെ അറിയാം. തിങ്കളാഴ്ച വൈകിട്ട് അനൂപിനൊപ്പം പാർവതി ഉണ്ടായിരുന്നു. പാർവതി ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മ എന്താണ് ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വാട്സപ്പിൽ. അതിന് ഉത്തരം കിട്ടിയില്ല. സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ പിന്നാലെ ഒട്ടനവധി സ്ത്രീകളുണ്ടാവും. കാണാനും അദ്ദേഹം ഭയങ്കര ഭംഗിയുള്ള ആളായിരുന്നു. ഞാൻ ചോദിക്കുന്നുണ്ടെന്ന് ധരിക്കരുത്. അങ്ങനെ പാർവതി ഇവന്റെ കൂട്ടുകാരന്മാരെ വിളിച്ചപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞു. അതായത് ഞാൻ ചോദിച്ചോട്ടെ, ദൂരെയാരോ പാടുകയാണൊരു ദേവഹിന്ദോളം, ഉള്ളിനുള്ളിൽ പ്രണയ സരോദിൻ സാന്ദ്രമാം നാദം. നമസ്കാരം, ഞാൻ ജെയിംസ്. നടക്കുന്ന ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, സുമുഖനും സുന്ദരനുമായിട്ടുള്ള ഒരു അധ്യാപകൻ, സംഗീതത്തെ ഉപാസിച്ച അനൂപ് മാഷ്, തൃശ്ശൂരിന്റെ പ്രിയപ്പെട്ട കലാകാരൻ. അദ്ദേഹത്തിന് ജയ് വിളിച്ചുകൊണ്ട് 1-2 പേരല്ല, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ മാത്രമല്ല, ഒരു നാട് മുഴുവൻ അനൂപ് മാഷിനെ ഇപ്പോഴും ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. സത്യത്തിൽ എന്താണ് അനൂപ് മാഷ് സംഭവിച്ചത്? സോഷ്യൽ മീഡിയ ആകമാനം ഉറ്റുനോക്കുകയാണ്. ഒരുപാട് തെറ്റിദ്ധാരണകൾ ജനങ്ങൾക്കുള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. സത്യസന്ധമായിട്ടുള്ള വിഷയം ഇതാ ഇപ്പോൾ പുറത്തു വരാൻ വേണ്ടി പോവുകയാണ്. അനൂപ് മാഷിന്റെ ഭാര്യയാണ് അദ്ദേഹം സ്വയം ജീവിതം അവസാനിപ്പിക്കാനുള്ള കാരണം എന്നുള്ള വാർത്ത പ്രേക്ഷകർക്കിടയിൽ ആകമാനം അലയടിക്കുകയാണ്. പൊന്നുപോലുള്ള 2 കുട്ടികൾ, ആ കുട്ടികളെ ഉപേക്ഷിച്ച് അനൂപ് മാഷ് ഇഹലോക ജീവിതം അവസാനിപ്പിക്കുകയാണ്. എന്താണ് അതിന് കാരണം? ഈ സമൂഹം ആകമാനം ഉറ്റുനോക്കുകയാണ്. ഞാനിപ്പോൾ അനൂപ് മാഷിന്റെ തറവാട്ട് വീട്ടിലെത്തി. നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട അനൂപ് മാഷിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? അദ്ദേഹം സ്വയം ജീവിതം അവസാനിപ്പിച്ചതിൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും റോളുണ്ടോ? വളരെ പ്രസക്തമായ ആ ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരം ഇത് ഈ വാർത്തയിലുണ്ട്. വീട്ടുകാരുടെ മാത്രമല്ല, ഈ നാട്ടുകാരുടെ കൂടി പൊന്നോമനയായിട്ടുള്ള അനൂപ് മാഷ് ജീവിതാവസാനം വരെ സംഗീതത്തെ ഉപാസിച്ച, കുട്ടികളെ സ്നേഹിക്കുന്ന ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്? പാട്ടൊക്കെ പാടാറുണ്ട്. നല്ലൊരു. ചേട്ടന്റെ പേരെന്താണ്? എന്റെ പേര് രമേശ്. എങ്ങനെയാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള അറിവ്? ആള് ഇവിടെ വരാറുണ്ട്. ഫ്ലാറ്റില് താമസം മാറിയതിന്റെ ശേഷമാണ് ആള് വരവൊക്കെ നിർത്തിയത്. ഇവിടെ വരുമ്പോ എന്റെ അടുത്തൊക്കെ വരാറുണ്ട്. മുടിട്ടിലും താടി സെറ്റിയിലൊക്കെ നമ്മുടെ അടുത്ത് തന്നെയായിരുന്നു. നല്ല സൗഹൃദം. നല്ല സൗഹൃദം തന്നെയാണ്. ആളായിട്ട് നല്ല ഇതൊക്കെ തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. മ്യൂസിക്കിന്റെ ക്ലാസ്സിൽ റൂം എടുത്തതും കാര്യങ്ങളൊക്കെ ഇട്ട് ആളൊക്കെ അതിനെ പറ്റി സംബന്ധമൊക്കെ ഇട്ട് പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയും സ്റ്റുഡിയോ മറ്റേ തൃശ്ശൂര് ഫ്ലാറ്റിൽ നിന്ന് ഇവിടെ വരുമ്പോ ആള് ഇവിടെ വരാറുണ്ട്. നമ്മുടെ അനൂപ് മാഷിനെ അറിയാമോ? മാഷിനെ ഇവിടെ ബാങ്ക് കഴിഞ്ഞപ്പോൾ എന്നും കാണാറുണ്ട്. ചെറുപ്പം പോലെ അറിയാം. മാഷ് നല്ല ആളാ, നല്ല മാഷാ. പാട്ടൊക്കെ കേട്ടിട്ടുണ്ടോ? ആണല്ലേ. അനൂപ് മാഷിന്റെ അറിയോ? വീടിന്റെ അടുത്താണോ? അപ്പൊ ചേട്ടൻ ഇപ്പൊ ഇരിക്കുന്നിടത്ത് എത്ര ദൂരത്തിലാണ് അനൂപ് മാഷിന്റെ വീട്? 50 വീടുണ്ടാവും. അനൂപ് മാഷിനെ എത്ര വർഷമായിട്ട് അറിയാം? ചെറുപ്പം മുതൽ ഇവിടെ ഉള്ളതല്ലേ? ചെറുപ്പം മുതൽ അറിയാം. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് ഫ്രാൻസിസ്. ജോലി ചെയ്യുമ്പോൾ അവിടെ ഫ്ലാറ്റൊക്കെ മേടിച്ച് അവിടെ താമസാക്കി. ഇപ്പൊ വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായോ അദ്ദേഹത്തിന്റെ? 2 കുട്ടികളുണ്ട്. ഇപ്പൊ ഒരു 10 വർഷം ഉണ്ടാവുകയാണെങ്കിൽ. എങ്ങനെ കുടുംബജീവിതത്തെ സന്തോഷകരമായ? അവര് മറ്റേ ഇവരാണ് ബ്രാഹ്മണന്മാരുടെ വകുപ്പിൽ പെട്ടുള്ള അമ്പലത്തിന്റെ ബ്രാഹ്മണന്മാര് നമ്പൂരിമാര് എന്ന് പറയില്ലേ, കുറുപ്പന്മാരെന്ന് പറയും, കല്ലാട്ട് കുറുപ്പന്മാര് എന്ന് പറയവര്. മറ്റേ ഇറച്ചി മീൻ കഴിക്കുന്ന ടീമല്ലാന്ന്. ഇപ്പൊ നല്ലൊരു തന്നെയാണ്. ഒരു പച്ചക്കറി മാത്രം ഉപയോഗിക്കുന്ന അങ്ങനത്തെ ഒരു ടീമാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ വാർഡ് പ്രസിഡന്റില് പാട്ട് പാടാൻ നടന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ പരിപാടികളൊക്കെ ഉണ്ടാവും. അമ്പലത്തിലൊക്കെ പരിപാടി ഉണ്ടാവും, പാടാനൊക്കെ വരും. ഇടയ്ക്ക വായിക്കുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ട്. പല ഇതുണ്ട് അവരുടെ അടുത്ത്. കുറെ ഐറ്റങ്ങളുണ്ട് അവരുടെ അടുത്ത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തയ്യൂർ ജംഗ്ഷനിലാണ്. തയ്യൂർ ഗവൺമെൻറ് ഹൈസ്കൂളാണ് ഈ കാണുന്നത്. ആദ്യമായി കണ്ട നാൾ പാതി വിടർന്നതിൻ പൂമുഖം എന്ന ഗാനം ഈ കഴിഞ്ഞ ദിവസം സ്വന്തം വീടിനടുത്തുള്ള നടന്നൊരു ചടങ്ങിൽ അദ്ദേഹം പാടിയതിനു ശേഷം വളരെ സന്തോഷവാനായിട്ടാണ് അദ്ദേഹം തൃശ്ശൂരേക്ക് മടങ്ങിയത്. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം അവസാനമായി എഴുതിയ കുറിപ്പിൽ ഞാൻ ജീവിക്കാൻ അർഹതപ്പെട്ട ആളല്ല എന്ന് എഴുതിയിരിക്കുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്ന തയ്യൂരെ ഈ ഗവൺമെൻറ് ഹൈസ്കൂളിൽ 25 വർഷത്തോളമായിട്ട് അധ്യാപികയായിരുന്ന ആളാണ് രാജലക്ഷ്മി ടീച്ചർ. രാജലക്ഷ്മി ടീച്ചർ തന്റെ പുത്രനെ ഇതേ സ്കൂളിൽ തന്നെയാണ് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിപ്പിച്ചത്. ഈ നാട്ടിലുള്ള എല്ലാവർക്കും പ്രിയങ്കരനാണ് അനൂപ് മാഷ്. ഇത്രയേറെ സർവ്വസ്വീകാരനായിട്ടുള്ള ചെറുപ്പക്കാരനെ ഈ പ്രദേശത്ത് എവിടെയും കാണാൻ വേണ്ടി സാധിക്കില്ല. എന്താണ് അനൂപ് മാഷിന് വളരെ പെട്ടെന്ന് സംഭവിച്ചത്? അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കുന്നതിന് ഏകദേശം 1 മാസം മുൻപ് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തെ വിട്ട് സ്വവസതിയിലേക്ക് പോയി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നിൽ എന്തൊക്കെയോ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? എങ്ങനെയാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? എന്താ? സ്കൂളിലാണ് പഠിച്ചത്. ഞങ്ങളൊക്കെ 2-3 സീനിയർ ആയിരുന്നു. ശരി. നിങ്ങൾ ഒരു സ്കൂളിൽ തന്നെ പഠിച്ചു? ഈ സ്കൂളിൽ നിന്ന് പഠിച്ചത്. ഞങ്ങളുടെ ക്ലാസ് ടീച്ചറുടെ ഒക്കെ മകനാണ്. അറിയാം. ഭയങ്കര സൈലന്റ് ആണ്. ഫോട്ടോയിൽ കാണുന്നതല്ല തന്നെ ആണല്ലേ? എന്തുകൊണ്ടാണ് ഇപ്പൊ ഇത് ഇങ്ങനെ ഒരു? അതറിയില്ല. എല്ലാവരും ഷോക്കാണ്. ഇപ്പൊ നമ്മുടെ നാട് ഇപ്പൊ തയ്യൂരാണ്. അവരുടെ വീട് വെള്ളാറ്റഞ്ഞൂരാണെങ്കിലും
തയ്യൂര് തൊട്ടടുത്തുള്ള രാജ്യമല്ലേ. ടീച്ചർ ഇവിടെ ഒരു 25 വർഷത്തോളം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം പുള്ളി എടുത്തതെന്നുള്ളത് ഇപ്പൊ നമ്മൾ ന്യൂസ് കാണുന്ന പോലെ തന്നെ എല്ലാവർക്കും ഷോക്കാണ്. എന്താ കാരണം എന്ന് അറിയില്ല. അദ്ദേഹം ഏത് ക്ലാസ് മുതൽ ഏത് ക്ലാസ് വരെ ഇവിടെ പഠിച്ചിട്ടുള്ളത്? 10th വരെ പഠിച്ചിട്ടുണ്ട്. മറുനാടൻ ചാനലിലൂടെ ഈ വാർത്ത അറിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ നടുങ്ങിപ്പോയി. എന്താണ് ഇതിന്റെ പിന്നിൽ സംഭവിച്ചതെന്നുള്ള അറിയണമെന്നുള്ള ഒരു ആഗ്രഹം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ എത്തിയത്. ഒരുപാട് സ്വപ്നങ്ങൾ ഉള്ളിൽ സൂക്ഷിച്ച സുന്ദരനും സുമുഖനുമായിട്ടുള്ള ഒരു അധ്യാപകൻ, കുട്ടികൾക്കെല്ലാം ഏറെ പ്രിയങ്കരനായിട്ടുള്ള അധ്യാപകൻ, നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഈ മാഷിനോട് താല്പര്യക്കുറവുള്ള ഒരാൾ പോലും ഈ നാട്ടിൽ എവിടെയുമില്ല. അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ച ഒരു കാറ് അദ്ദേഹം ചുരുങ്ങിയ ദിവസങ്ങൾക്ക് മുൻപാണ് വാങ്ങിയത്. മലയാളികൾ എല്ലാവരും ഇന്ന് അനൂപ് മാഷിനെ ഉറ്റുനോക്കുകയാണ്. നമുക്ക് നോക്കാം എന്താണ് അനൂപ് മാഷ് സംഭവിച്ചെന്നുള്ളത്. അനൂപ് മാഷിനെ പോലെ തന്നെ ഈ നാട്ടുകാർക്ക് ഏറെ പ്രിയങ്കരനായിട്ടുള്ള അധ്യാപകനാണ് അനിൽ മാഷ്. അനിൽ മാഷിനെ കുറിച്ച് പ്രേക്ഷകർക്ക് പലർക്കും അറിയാം. കാരണം ഈ തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി വിജയിച്ച ഒരു പാർട്ടിയുടെ ചിഹ്നത്തിലല്ല അദ്ദേഹം നിന്നിട്ടുള്ളത്. അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ഒരു അധ്യാപകനാണ്. അപ്പം അനൂപ് മാഷിന്റെ വേർപാടിന് ശേഷം മലയാളികളായിട്ടുള്ള ആളുകൾ ഒട്ടനവധി തെറ്റിദ്ധാരണകൾ അവരവരുടെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഈ വാർത്ത തീർച്ചയായിട്ടും ആ തെറ്റിദ്ധാരണകൾക്കൊക്കെ ഒരു വിരാമം ഇടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാഷിനോടൊപ്പം കളിച്ചു വളർന്ന് മാഷിനെ അത്രയധികം അടുത്തറിയാവുന്ന ആ നാടിൻ്റെ മെമ്പർ കൂടിയായിട്ടുള്ള അനിൽ മാഷ് നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം മാഷെ. അനൂപ് മാഷിന്റെ മരണത്തോട് ബന്ധപ്പെട്ടിട്ട് ഒട്ടനവധി കാര്യങ്ങളാണ് പ്രചരിക്കുന്നത്. സത്യാവസ്ഥ എന്താണ്? ആരംഭം മുതൽക്ക് തന്നെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. അതുപോലെ തന്നെ അനൂപ് മാഷിന്റെ ഒപ്പം ഒരുപാട് കാര്യങ്ങൾ സംവദിക്കാറുള്ള ഒരു അധ്യാപകൻ എന്ന രീതിയിലും ആ വാർഡിലെ പഞ്ചായത്ത് അംഗം എന്ന രീതിയിലും ചില കാര്യങ്ങൾ ഹൃദയത്തിൽ നിന്ന് ബോധിപ്പിക്കാനുണ്ട്. ഈ അനൂപ് മാഷുമായിട്ട് ചെറിയ ക്ലാസ് മുതൽ പരിചയമുണ്ടോ? പരിചയം. അനൂപ് മാഷ് പഠിച്ചത് തയ്യൂർ സ്കൂളിലാണ്. അത് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ അവിടെയാണ് പഠിച്ചത്. അദ്ദേഹത്തിന്റെ അമ്മ അവിടെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. ഏകദേശം 25 വർഷത്തോളം അവിടെ അധ്യാപകൻ. അതെ. അനൂപ് മാഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ വളരെയധികം പ്രചരിപ്പിക്കുന്നത് അവരുടെ കുടുംബത്തിൽ വളരെ വലിയൊരു പ്രശ്നം ഉണ്ട്, ഭാര്യയുമായൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഒട്ടനവധി വ്യാജ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കുന്നതിന് ഏകദേശം 10-25 ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. തികച്ചും വ്യാജ വാർത്തയാണ്. അവർ ഒരുപാട് വർഷമായി ആ ജോലി സംബന്ധിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ സംബന്ധിച്ചും ഇവർ തൃശ്ശൂരിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. മരണത്തിന്റെ അന്ന് തന്നെ അവർ ഒരുമിച്ച് തന്നെയാണ് കുട്ടികളെ കൊണ്ടാക്കിയതും. ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം ഞായറാഴ്ച ഒരു പ്രോഗ്രാമിൽ പാടിയതിനു ശേഷം കലാപരമായ പരിപാടികളൊക്കെ അവതരിപ്പിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോകുന്നു. ശേഷം തിങ്കളാഴ്ച രാവിലെ അദ്ദേഹം സ്കൂളിലെത്തുന്നു. ടീച്ചേഴ്സിനോടും മറ്റു കുഞ്ഞുങ്ങളോടും എല്ലാവരും പതിവ് പോലെ തന്നെ കളിച്ച് ചിരിച്ച് ഭയങ്കര കമ്പനി ആയതിന് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു അദ്ദേഹം. ശേഷം അദ്ദേഹം വീട്ടിലെത്തുന്നു. അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ചതായിട്ട് അങ്ങനെയാണ് വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. അവർ സാധാരണത്തെ പോലെ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാരാണ്. അവര് അന്നത്തെ ദിവസം പോലും പുതിയ വണ്ടിയിലെ കുട്ടികളെ തന്നെ സ്കൂളിലേക്ക് ആക്കുകയും അന്ന് ഉച്ച തിരിഞ്ഞിട്ട് മാഷ് തന്നെയാണ് കുട്ടികളെ തന്നെ കൊണ്ടുവരികയും അതുപോലെ വൈകുന്നേരം 6:30 വരെ ഇവർ ഒരുമിച്ച് സംസാരിക്കലും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. തിങ്കളാഴ്ച തന്നെ. ഭാര്യ വാഹനം ഓടിക്കോ? ഭാര്യ വാഹനം ഓടിച്ചല്ല, മാഷ് തന്നെയാണ് വാഹനം ഓടിച്ചത്. പാർവതി എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഡോക്ടറാണ്. അവിടെ തന്നെ. ഇവർ തമ്മിൽ നല്ലൊരു കുടുംബ ബന്ധം തന്നെയാണ്. അല്ലാതെ കുടുംബമാകുമ്പോൾ ഭാര്യയും ഭർത്താവും അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്ത് ഒരു കാരണവശാലും ഇവര് തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം ഇപ്പൊ നിലവിലില്ല. സ്കൂൾ ജീവിതമൊക്കെ അവസാനിപ്പിച്ചതിന് ശേഷം പിന്നീട് അനൂപ് മാഷുമായിട്ട് നിരന്തരം ബന്ധപ്പെടാറുണ്ട്. എത്ര ദിവസങ്ങളിൽ ഒരിക്കലൊക്കെയാണ് നിങ്ങൾ ബന്ധപ്പെട്ടത്? കഴിഞ്ഞ ദിവസം ഈ ഞായറാഴ്ച പാട്ട് പാടാൻ സ്വല്പം വൈകിയപ്പോൾ ഞാൻ ആണ് വിളിച്ചത്. അപ്പൊ എന്നോട് പറഞ്ഞു ഗസ്റ്റ് വന്നിട്ടുണ്ട്, അപ്പൊ ഞാൻ 10 മിനിറ്റ് വൈകും എന്ന് പറഞ്ഞ് ആ ഗസ്റ്റ് പോയതിന് ശേഷമാണ് മാഷ് വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പോകുന്ന നേരത്തും മാഷ് നമ്മളോട് ഒരുപാട് സംസാരിച്ചു, അധ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്നാ സംസാരിച്ചത്? ഞായറാഴ്ച. എന്തായിരുന്നു സംസാരിച്ചത്? പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും പറയാം? ഇല്ല, നമ്മുടെ വാർഡിന്റെ ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ വണ്ടിയുടെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. നമ്മൾ അദ്ദേഹം മേടിച്ച പുതിയ ഇന്നോവയുടെ കാര്യങ്ങളാണ്. അപ്പൊ ഇന്നോവയുടെ സീറ്റിനെ കുറിച്ചും മറ്റും നമ്മൾ ഒക്കെ സംസാരിക്കുകയുണ്ടായി. അപ്പൊ ആ വാഹനത്തില് പുള്ളി ഒരുപാട് സ്വപ്നങ്ങൾ ഒരുപാട് കാലത്ത് തീർച്ചയായിട്ടും അതാണ്. മാത്രമല്ല അതുപോലെ മറ്റേ വണ്ടിയുടെ ടെസ്റ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴൊന്നും ഒരിക്കൽ പോലും ദുഃഖമോ അങ്ങനെ എന്തെങ്കിലും ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. നമ്മൾ അനാവശ്യമായിട്ട് ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഭാര്യയെ ഇത്തരത്തിൽ മോശമായിട്ട് ചിത്രീകരിക്കുമ്പോൾ അവിടെ 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, ആ കുട്ടിയുടെ മനോനില തെറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ താങ്കൾ പറഞ്ഞ പ്രകാരം തിങ്കളാഴ്ച വൈകിട്ട് അനൂപിനൊപ്പം പാർവതി ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. തിങ്കളാഴ്ച രാവിലെ സ്കൂളിൽ പോയി മടങ്ങി വരുന്നു. തിങ്കളാഴ്ച നിങ്ങളെ ഫോണിൽ വിളിച്ചിരുന്നു? തിങ്കളാഴ്ച ഫോണിൽ വിളിച്ചിരുന്നില്ല. ഞായറാഴ്ച പരിപാടിക്ക് കണ്ടതിന് ശേഷമാണ് നമ്മൾ പോയത്. പിന്നെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടില്ല. പിന്നെ താങ്കൾ അറിയുന്നത് പിന്നെ ഇതുപോലെ പുലർച്ചെ വിവേകോദയ സ്കൂളിലെ ഒരു അധ്യാപകൻ എന്നെ വിളിച്ച് പറയാണ്. എത്ര മണിക്കാണ് നിങ്ങൾ വിളിച്ച് പറയുന്നത്? ഒരു 4:30 ആയിട്ടുണ്ടാവും. പുലർച്ചെ 4:30. അപ്പോൾ തന്നെ നമ്മൾ അവിടെ ചെന്നു. മാഷ് അറിഞ്ഞ വിഷയങ്ങളാണ് എനിക്ക് കൂടുതലായിട്ട് അറിയേണ്ടത്. കാരണം സത്യസന്ധമായിട്ട് ഈ വാർത്ത പുറത്തെത്തിക്കണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അവിടെ ചെന്നപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അദ്ദേഹത്തിന്റെ സുഹൃത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ചെന്ന ഉടനെ തന്നെ താങ്കളുടെ സുഹൃത്ത് താങ്കളെ വിട്ടുപോയതിന്റെ വേദന താങ്കൾക്ക് ഇപ്പോൾ ഈ നിമിഷം എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ താങ്കളെ വിളിച്ചപ്പോഴും താങ്കൾ എന്നോട് വളരെ എല്ലാത്തൊരു രീതിയിലാണ് അങ്ങനോട് സംസാരിച്ചത്. അപ്പോൾ ആ വേദന ഉള്ളിൽ നിൽക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് എന്താ തന്റെ കൂട്ടുകാരൻ സംഭവിച്ചെന്നുള്ള അന്വേഷിക്കില്ലേ? സ്വാഭാവികമായിട്ട് അന്വേഷിച്ചപ്പോൾ എന്താണ് അന്വേഷിച്ചപ്പോൾ ഞാൻ ഒരുപാട് കൂട്ടുകാരന്മാർ അവിടെ ഉണ്ടായിരുന്നു. ബാൻഡിൽ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരുമായിട്ട്
നമ്മൾ ചർച്ച ചെയ്തു. അവരോട് ചർച്ച ചെയ്തപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള എന്താണ് പ്രശ്നം എന്നുള്ള അവർക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ പോലീസിനോട് സംസാരിച്ചിട്ട് അവിടെ വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് കുറിപ്പ് കിട്ടിയത്. കുറിപ്പ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്ക് നല്ലൊരു അച്ഛനാവാൻ സാധിച്ചില്ല, നല്ലൊരു മകനാവാൻ എനിക്ക് സാധിച്ചില്ല, എന്റെ ജീവിതം തന്നെ ഞാൻ മടുത്തു. അങ്ങനെ ഒരു സംഭവം എന്തുകൊണ്ടാണ് പുള്ളി എഴുതാൻ കാരണം? കാരണം നിങ്ങളെപ്പോലെ അത്ര ആത്മാർത്ഥ സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അറിയാൻ വേണ്ടി സാധിക്കില്ലേ? എന്തുകൊണ്ട് അങ്ങനെ തോന്നി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു കുടുംബപരമായ ഒരു പ്രോബ്ലമോ അതല്ലെങ്കിൽ സാമ്പത്തികപരമായ പ്രശ്നങ്ങളോ ഒന്നും അദ്ദേഹം നേരിട്ടിരുന്നില്ല. ഈ ഞായറാഴ്ച ദിവസം താങ്കൾ അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ പാർവതിയുമായിട്ട് അല്ലെങ്കിൽ ഈ ഞായറാഴ്ച, ശനിയാഴ്ച, വെള്ളിയാഴ്ച ആ ഒരാഴ്ച കാലത്ത് പറയത്തക്കതായിട്ടുള്ള വഴക്കോ പ്രശ്നങ്ങളോ ഉള്ളതായിട്ട് എന്തെങ്കിലും സൂചന അദ്ദേഹം ഒന്നും തന്നിട്ടില്ല. എന്തെങ്കിലും ഒരു ഹിന്റ് ഒരു തരത്തിലും യാഥാർത്ഥ്യമില്ല. അതൊരു വ്യാജ വാർത്തയാണ്. ഈ പെൺകുട്ടിയുടെ ജീവിതം പോലും നശിപ്പിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ആ കുട്ടികളുടെ മാനസികാവസ്ഥ ഇത്തരം വാർത്തകൾ കാണുമ്പോൾ അച്ഛനെയും അമ്മയെയും കുറിച്ച് ആ കുട്ടികളുടെ ഇടയിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അതല്ലെങ്കിൽ മറ്റൊരു കുടുംബം തകർക്കുക എന്നുള്ളതിന്റെ അപ്പുറത്ത് കഷ്ടപ്പാട് നേരിടുന്ന ഈ കുടുംബത്തിന് യാതൊരു തരത്തിലും ഇത്തരം വാർത്തകൾ അവർക്ക് സഹായകമാവില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളോട് നമുക്ക് പറയാനുള്ളത്, ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് തെറ്റാണ്, കുറ്റമാണ്, മാനുഷിക പരിഗണന ഇല്ലാത്തതാണ്. മറ്റൊരു അപകടത്തിലേക്ക് ആ കുടുംബത്തെ നയിക്കരുത്. ഏതൊക്കെ ക്ലാസ്സുകളിലാണ് പഠിക്കുന്നവർ? 1ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലുമാണ്. അവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അറിയാം, മാഷും കുട്ടികളും കൂടി ചെറിയ കടലാസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പൂക്കൾ. അദ്ദേഹം ഒരു മികച്ച കലാകാരനാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അത് എങ്ങനെയാണ് ഓരോ കൂടുകൊണ്ട് ഇത്തരത്തിൽ മനോഹരമാക്കി കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്ന് പോലും ഞാൻ ഇതാക്കാറുണ്ട്. കുട്ടികളുടെ ജീവിതം സ്വപ്നം കണ്ട, ഭാര്യയോടൊത്തുള്ള ജീവിതം, സന്തോഷകരമായിട്ടുള്ള സ്വന്തം നാട് അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. അങ്ങനെയൊക്കെയുള്ള ഒരു മാഷ് എന്തുകൊണ്ടാണ് ഇങ്ങനെ തിങ്കളാഴ്ച വളരെ സന്തോഷവാനായി സ്കൂളിൽ നിന്നും ഫ്ളാറ്റിലെത്തുന്നു, അദ്ദേഹം രാത്രി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെന്നുള്ളത്? നിങ്ങൾക്ക് അടുത്ത സുഹൃത്തുക്കളാണ്. എന്നെ പോലുള്ള മധ്യപ്രവർത്തകർക്ക് ഇത് ചോദിക്കാതിരിക്കാനാവില്ല. കാരണം നിങ്ങൾ ഇത്തരം തുറന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനൊരു മറുപടി വേണമല്ലോ. എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തിന്? ചില മരണങ്ങൾ നമുക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായിട്ട് അവശേഷിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു മരണമാണിത്. കാരണം എങ്ങനെ നോക്കി കഴിഞ്ഞിട്ടും മാഷക്ക് അത്തരത്തിലുള്ളൊരു ഇതിന്റെ ആവശ്യകത കാണുന്നില്ല. 4:30 മണിക്ക് അവിടെ ചെന്നപ്പോൾ അറിയാൻ സാധിച്ചത് എന്താണ്? ഞാൻ ചെല്ലുമ്പോൾ അവരുടെ കുറച്ച് ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ട്, അതുപോലെ തന്നെ സുഹൃത്തുക്കളുണ്ട്, അതുപോലെ തന്നെ പോലീസ് അവിടെ ഉണ്ട്. അവിടെ തന്നെ ഉണ്ടോ അദ്ദേഹത്തിന്? കാരണം ഇവര് അറിഞ്ഞ വഴിക്ക് തന്നെ പോലീസിനെ വിളിച്ചു. ഒരു ആളെ ഡ്യൂട്ടിക്ക് ഇട്ടിട്ടുണ്ട്. എവിടെ ഉണ്ടായിരുന്നു, എന്ത് അവസ്ഥയിലുണ്ടായിരുന്നു എന്ന് പറയാം? ചെല്ലുന്ന നേരത്ത് താഴത്ത് കാറുകളുണ്ട്, കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും പോലീസിനെ ആയിട്ട് സംസാരിച്ചു. ഞാൻ പഞ്ചായത്ത് മെമ്പറാണ് അനിൽ മാഷ് എന്ന് പറഞ്ഞു. ആള് മരിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞാൻ ചോദിച്ചു, നമുക്ക് ഏതെങ്കിലും കാരണവശാൽ മുറിച്ചിട്ടെങ്ങാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാവുന്ന സാഹചര്യം ഉണ്ടോ, ജീവന്റെ വില തുടിപ്പും ഉണ്ടോ നോക്കിയോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരുവിധം പരിശോധിച്ചതാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ബോഡി കാണുന്നത്. ഇനി അവിടെ നിന്ന് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ വൈകിട്ട് സമയത്ത് ഇദ്ദേഹം എപ്പോഴാണ് ഈ സ്റ്റുഡിയോയിലേക്ക് വന്നത്? ഞാൻ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കി കൊടുത്തോളം ഒരു 8:30 മണിക്ക് ആണ് അദ്ദേഹത്തിന്റെ മൊബൈൽ ഓഫ് ആവുന്നത്. രാത്രി 8:30 മണിക്ക്. രാത്രി 8:30 മണിക്ക്. അദ്ദേഹത്തിന്റെ അമ്മ എന്താണ് ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വാട്സപ്പിൽ. അതിന് ഉത്തരം കിട്ടിയില്ല. ടീച്ചർ എന്നോട് പറയുന്നത് അവിടുന്ന് 8:31 മുതൽ അദ്ദേഹത്തിന്റെ മൊബൈൽ ഓൺലൈനിൽ ഇല്ല. പാർവതിയോട് ഒരു മെസ്സേജ് അയക്കുകയുണ്ടായി, സോറി എന്ന് പറഞ്ഞ്. ആര് മെസ്സേജ് അയച്ചു? അനൂപ് മാഷ് ഭാര്യയ്ക്ക് അയച്ചു എന്നാണ് പറഞ്ഞത്. ഭാര്യയ്ക്ക് ഒരു മെസ്സേജ് അയച്ചു, സോറി എന്ന് പറഞ്ഞു. അത് ഏകദേശം എത്ര മണിക്കാണ്? 8:31. പാർവതിയും ആ വീട്ടിലില്ല, ആ ഫ്ലാറ്റിലില്ല. ഇവർക്ക് 2 ഫ്ലാറ്റ് ഉണ്ട്. അതായത് ഇവരുടെ സ്റ്റുഡിയോ വർക്ക് ചെയ്യുന്നത് വേറെ ഫ്ലാറ്റിലാണ്. വൈകിട്ട് എത്ര മണിക്കാണ് ഈ സ്റ്റുഡിയോയിലേക്ക് പോയതെന്നുള്ളതാണ്? 8 മണി. വീട്ടിൽ ഭാര്യയോടൊപ്പം ആയിരുന്നു, മക്കളോടൊപ്പം ആയിരുന്നു. അതിനുശേഷം പുറത്തു പോയിരുന്നു, കൂട്ടുകാരന്മാരൊരുമിച്ച് പോയിരുന്നു. മദ്യപിക്കോ മറ്റെന്തെങ്കിലും? ഒന്നുമില്ല, മദ്യപിക്കില്ല. അതുപോലെ മറ്റു യാതൊരു ദുശീലങ്ങളും ഇല്ല. വളരെ സാത്വികനായ ഒരു കുടുംബം. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയത് 8 മണിക്കാണോ? അത് 6 മണിക്കാണോ? വീട്ടിൽ നിന്ന് 6 മണിക്ക് വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട്. 8:30ക്കാണ് അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് ഇത്തരത്തിൽ വരുന്നത്. അപ്പൊ താങ്കൾ അന്വേഷിച്ച് പറയാൻ സാധിച്ചത് 6 മണിയോട് വീട്ടിൽ നിന്ന് പുറത്തു പോയി, ശേഷം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോടൊപ്പം ആയിരുന്നു. അപ്പൊ ആ സുഹൃത്തുക്കൾ എന്താണ് പറഞ്ഞത്? അവര് ചായ കുടിച്ച് പിരിഞ്ഞാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. എത്ര മണിക്കാണ് അവർ പിരിഞ്ഞെന്ന് പറഞ്ഞത്? ഏകദേശം ഒരു 6:30. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങി കൂട്ടുകാരോടൊപ്പം അധിക സമയം ചെലവഴിച്ചില്ല. അപ്പൊ തന്നെ അദ്ദേഹം പിരിഞ്ഞു. പിരിയുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തോ അദ്ദേഹത്തിന്റെ സംസാരത്തിലോ ഒന്നും വളരെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ തന്നെയാണ് താങ്കളോട് പറഞ്ഞു. ഒരു വക്കീലൊക്കെ ഉണ്ടായിരുന്നു. 6:30 മണിക്ക് പിരിയുമ്പോൾ ഹാപ്പി ആയിരുന്നു പറഞ്ഞു കൃത്യമായിട്ട്. ശേഷം അദ്ദേഹം നേരെ പോയത് അദ്ദേഹത്തിന്റെ ആ ബിൽഡിംഗിൽ തന്നെയാണോ ഈ സ്റ്റുഡിയോ ഉള്ളത്? അദ്ദേഹത്തിന്റെ ബിൽഡിംഗിന്റെ ഏകദേശം ഒരു 200 മീറ്റർ അപ്പുറത്താണ്. സ്റ്റുഡിയോയിൽ അദ്ദേഹം എത്തിയതിനു ശേഷം പിന്നീട് അദ്ദേഹവും ഭാര്യയും തമ്മിൽ കണ്ടിട്ടില്ല. ഇല്ല. മെസ്സേജ് വന്നപ്പോ ഇതിലെന്തോ ഒരു അസ്വാഭാവികത ഉണ്ടല്ലോ എന്ന് ഭാര്യ മനസ്സിലാക്കുകയാണ്. അങ്ങനെ പാർവതി ഇവന്റെ കൂട്ടുകാരന്മാരെ വിളിച്ചപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞു. അതായത് ഞാൻ ചോദിച്ചോട്ടെ, 8:30 മണി കഴിഞ്ഞപ്പോഴാണ് ഈ മെസ്സേജ് വരുന്നത്, സോറി എന്നുള്ള മെസ്സേജ് വരുന്നത് അല്ലെ? ഉടനെ തന്നെ ഭാര്യ പാർവതി കൂട്ടുകാരന്മാരെ വിളിച്ച് എന്താ അങ്ങനെ മൊബൈൽ ഓഫ് ആയിരുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ആ സുഹൃത്തുക്കളെയും കൂട്ടിയാണ് ചെല്ലുന്നത്. അത് എത്ര മണിക്കാ? ഏകദേശം ഒരു 9 മണിയുടെ 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും. 8:30 ഭാര്യയ്ക്ക് സോറി എന്ന് മെസ്സേജ് അയക്കുന്നു. 8:30 കൂടിയിട്ട് തന്നെയല്ല, അത് കണ്ടപ്പോൾ അപ്പൊ തന്നെ കൂട്ടുകാരന്മാരെ വിളിച്ചു എന്നാണ് ആ കുട്ടി പറഞ്ഞത്. ആയിക്കോട്ടെ, ഏകദേശം 8-8:30 മണി സമയത്തിനിടയ്ക്ക് സോറി എന്ന മെസ്സേജ് ഭാര്യയ്ക്ക് അയക്കുന്നു. അദ്ദേഹത്തിന്റെ ഐഫോണാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടൈമും കാര്യങ്ങളും ഒന്നും കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതുവരെ ഓപ്പൺ ചെയ്യാൻ ഏകദേശം ഒരു സമയം ഞാൻ ചോദിക്കും. മെസ്സേജ് കണ്ടപ്പോൾ അപ്പൊ തന്നെ വിളിച്ചു നോക്കി. അവസാനമായിട്ട് അനൂപാഷിനോടൊപ്പം ചായ കുടിക്കുകയും ഒക്കെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെയാണ് ഭാര്യ പാർവതി വിളിക്കുന്നത്. അതെ, ഓക്കെ. അവരുമായിട്ട് നേരെ ഈ സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ ഫ്രണ്ട് ഡോർ പകുതി തുറന്ന രീതിയിലാണ്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെക്കാനും അദ്ദേഹത്തിന്റെ ഒരു ഇതായിട്ടുള്ള ഒരു ഫ്ലാറ്റ് ആണ്. ഭാര്യയും സുഹൃത്തുക്കളോട് ചെല്ലുമ്പോൾ ഏകദേശം
ഏകദേശം 9:30-ക്ക് ശേഷം അല്ലേ ചെല്ലുന്നത്? അതെ അതെ 9:30-ക്ക് ശേഷം എന്ന് വെച്ചാൽ അന്നേ ദിവസം തന്നെ 8-8:30 മണി സമയത്തുള്ള സോറി മെസ്സേജ് കാണുന്നു. ഉടനെ ഭാര്യ സുഹൃത്തുക്കളെ വിളിക്കുന്നു. സുഹൃത്തുക്കളുമായിട്ട് 9 മണിക്ക് ശേഷം ഇമ്മീഡിയറ്റ് ചെന്നു. ഇമ്മീഡിയറ്റ് ചെന്നു. അപ്പോൾ ഡോർ കുറച്ച് തുറന്നു കിടക്കും. അത് കഴിഞ്ഞതിന് ശേഷം ചെരുപ്പ് അവിടെ കിടക്കുന്നു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായി ആൾ ഇവിടെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ഡോറ് അടച്ചു കിടക്കുകയാണ്. അതായത് അകത്തേക്കുള്ള ഒരു റൂമിലേക്ക് പുഷ് ചെയ്തു. അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുകയാണ്. അകത്തുനിന്ന് കുറ്റിയിട്ടുണ്ട്. സ്റ്റുഡിയോ ആയതുകൊണ്ട് വേറെ വെന്റിലേഷനോ മറ്റുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ഓപ്പൺ AC പിടിപ്പിച്ചിട്ടുള്ള ഒരു സ്റ്റുഡിയോ അല്ലേ? അതെ അതെ അതെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്റ്റുഡിയോയുടെ ഉള്ളിൽ അകത്തു നിന്നും കുറ്റിയിട്ടിട്ടുണ്ട് ഡോർ. പിന്നെ എങ്ങനെയാണ് ഡോർ തുറക്കുന്നത്? ഡോറ് പുഷ് ചെയ്ത് തുറന്നതാണ്. ഈ കൂട്ടുകാരെല്ലാം കൂടി ചവിട്ടി തുറന്നു. അപ്പോഴാണ് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നത്. ഓക്കെ, എവിടെയായിരുന്നു ഇത്? ഒരു ഹുക്ക് പോലെ ഫാനിന്റെ അടുത്തുള്ള അങ്ങനെ. അതെ അതെ അതെ. അവർ പറഞ്ഞെന്താ വെച്ചാൽ ഈ പെൺകുട്ടി ഇത് കണ്ടോടുകൂടി ബോധം കെട്ട് വീണു എന്നാണ് പറഞ്ഞത്. അവിടുന്ന് ഇങ്ങോട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചപ്പോഴും വളരെ കണ്ണീരോട് കൂടിയിട്ടാണ് അവർ പറയണത്. ഞങ്ങൾ എന്താ ചെയ്യുക? സമൂഹ മാധ്യമങ്ങൾ ഏറ്റവും അധികം ക്രൂശിക്കപ്പെടുന്നത് ഇവരെയാണ്. സ്വന്തം ഭർത്താവ് പോയി, മക്കളുടെ അച്ഛൻ നഷ്ടപ്പെട്ടു, അതിന്റെ അപ്പുറത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഒരു സമൂഹം ആർത്ത് വിളിക്കുന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങൾ അവരെന്നെ ഒന്നും മനസ്സിലാകാതെ വ്യാജമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഒരു ഉദ്ദേശശുദ്ധി ഇല്ലാതെ ഇവരെ ആരോപണത്തിന്റെ മുൾമുനയിൽ നിർത്തുകയാണ്. സത്യസന്ധത പുറത്തുകൊണ്ടുവരാൻ വേണ്ടി TV9 ഈ വാർത്ത ഉപകരിക്കുന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയും ഈ ഒരു വിഷയത്തിൽ പുറത്തേക്ക് വരാൻ ഞങ്ങളുടെ വാർത്ത കൊണ്ട് കാരണമാവില്ല. മറ്റുള്ളവർക്ക് ഒരു സന്ദേശം കൊടുക്കണം. കാരണം ഇത് കുറ്റകരമായ ഒരു പ്രവണതയാണ്. ഇല്ലാത്ത ഒരു കാര്യം നമ്മൾ പറഞ്ഞ് മരിച്ചുപോയ ഒരു കുടുംബത്തിനെ പൂർണ്ണമായി മറ്റൊരു രീതിയിൽ അവഗണിച്ച് മറ്റൊരു ആത്മഹത്യയിലേക്ക് അവരെ തള്ളിവിടരുത്. അവരുടെ മക്കൾ ഇനിയും പഠിച്ചു വളരേണ്ടതാണ്. അവരുടെ മനസ്സിൽ ഭൂമിയിൽ ജീവിക്കേണ്ടവരാണ്. അവരുടെ അച്ഛനും അതുപോലെ തന്നെ അമ്മയെയും കുറിച്ച് വളരെ മോശമായ ഒരു കോൺസെപ്റ്റ് അവരിൽ ഉണ്ടെങ്കിൽ ആ കുട്ടികളുടെ ഭാവിയും വളരെ മോശകരമായിരിക്കും. എന്താ വിളിക്കുന്നത് നിങ്ങൾ? ഞങ്ങൾ കുട്ടൻ തന്നെയാണ് വിളിക്കുന്നത്. ഈ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ നാടിന്റെ ഒരു സ്പന്ദനം നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഓരോരുത്തരോടും ചോദിക്കുമ്പോൾ എന്തൊരു വാത്സല്യമാണ് അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് മാത്രമല്ല, എല്ലാവർക്കും ഒരു ഷോക്കാണ്, നാട്ടുകാർക്ക് ഷോക്കാണ്. അദ്ദേഹത്തിന്റെ കുടുംബം അത്തരത്തിൽ എല്ലാവർക്കും വളരെ വേണ്ടപ്പെട്ടതാണ്. വളരെ ബഹുമാനത്തോടെ അല്ലാതെ നമുക്ക് ആ ഫാമിലിയെ കുറിച്ച് പറയാൻ പറ്റില്ല. ഏതെങ്കിലും തരത്തിൽ മോശമായിട്ട് നടക്കുന്ന ഒരാളാണെങ്കിൽ പോലും ആ വീട് അല്ലെങ്കിൽ ആ പരിസരം എത്തിക്കഴിഞ്ഞാൽ ഒരു ശാന്ത സ്വഭാവത്തിൽ നടക്കുകയുള്ളൂ. അത്രമാത്രം ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന, എല്ലാ മേഖലകളിലും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബമാണ്. ഞാൻ അങ്ങോട്ട് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. സുന്ദരനാണ്, സുമുഖനാണ്, ഭയങ്കര ഭംഗിയാണ് അദ്ദേഹത്തെ കാണാൻ. ഗ്രാമീണതയുടെ ഒരു പര്യായമായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പരസ്യത്തിലൊക്കെ വേണമെങ്കിൽ പുള്ളിനെ കാണിക്കാം. പുള്ളിയുടെ അത്ര സുന്ദരമായ മുഖം, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്വഭാവവും വേദനയും സങ്കടവും ഒന്നും അദ്ദേഹം ഉള്ളിൽ നിന്ന് അധികം അങ്ങനെ തുറന്ന് പറയാറില്ലെന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളൊക്കെ അടുത്ത കൂട്ടുകാരല്ല. സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ പിന്നാലെ ഒട്ടനവധി സ്ത്രീകളുണ്ടാവും. ഞാൻ ചോദിക്കുന്നതുകൊണ്ടെന്ന് ധരിക്കരുത്. അദ്ദേഹത്തിനോട് പ്രണയം വെച്ച് പുലർത്തുകയോ അദ്ദേഹത്തിനോട് ഇഷ്ടമാണെന്ന് പറയുകയൊക്കെ ചെയ്തിരുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ ഏറെ ആരാധനയോടുകൂടി അദ്ദേഹത്തിനോട് വളരെ ക്ലോസ് ആയിട്ട് നിന്നിരുന്ന ഏതെങ്കിലും സ്ത്രീകൾ, എന്തെങ്കിലും ഒരു സംഭവം ഉള്ളതായിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഇത്തരത്തിൽ സ്വാഭാവികമായിട്ടും ഓരോരുത്തർക്കും ഓരോ ചിന്തകൾ വരുന്നത് അല്ലെങ്കിൽ എഴുതി വെച്ച കുറിപ്പിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. എഴുതി വെച്ച് എനിക്ക് നല്ലൊരു അച്ഛനാവാൻ സാധിച്ചില്ല, നല്ലൊരു മകനാവാൻ സാധിച്ചില്ല, ഈ നാട്ടിൽ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി മീൻസ് ആഗ്രഹിച്ചൊരു മനുഷ്യൻ അങ്ങനെ പെട്ടെന്ന് എഴുതി വെച്ചൊരു സുപ്രഭാതത്തിൽ ഒരു കാരണമില്ലാതെ പോവുക. അദ്ദേഹത്തെ ഒരുപാട് പേര് ആരാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ പ്രദേശവാസികൾ ഒട്ടനവധി ആളുകൾ അദ്ദേഹത്തെ ആരാധിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തെങ്കിലും ഒരു പ്രണയമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? താങ്കൾ ചോദിച്ചത് സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി ഇത്തരത്തിൽ ഉന്നയിക്കുന്നത് കൊണ്ട് നമുക്ക് ചോദ്യത്തെ തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തെ കൃത്യമായി നമ്മൾ അറിയുകയാണെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. കാരണം ഒരിക്കൽ പോലും അദ്ദേഹം കുടുംബ ബന്ധങ്ങൾക്കും അതുപോലെ തന്നെ വ്യക്തിബന്ധങ്ങൾക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു ഇങ്ങോട്ട് ആരെങ്കിലും സമീപിച്ചാൽ തന്നെ കുടുംബ ബന്ധങ്ങളെ വളരെ സുദൃഢമായി കൈകാര്യം ചെയ്യാൻ ഇത്രമാത്രം മിടുക്കനായ ഒരു അധ്യാപകൻ വേറെ ഇല്ല എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ ഇപ്പോൾ ഫ്ലാറ്റിലോ അല്ലെങ്കിൽ അറിയാത്ത ഒരാളല്ല. മാഷെക്കുറിച്ച് വേലൂർ പഞ്ചായത്തിൽ അദ്ദേഹത്തിന്റെ അച്ഛനെ കുറിച്ചും അമ്മയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും പഠിപ്പിക്കാത്ത കുട്ടികളില്ല. അദ്ദേഹത്തിന് ഒരിക്കൽ പോലും ഇത്തരത്തിലുള്ള ഒരു ചാബല്യങ്ങൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം. 100 കണക്കിന് കുട്ടികൾ ഈ മാഷ് ക്ലാസ് എടുക്കണമെന്ന് സ്വപ്നം കാണുന്ന ഒട്ടനവധി കുട്ടികൾ, അധ്യാപകരായിട്ടുള്ള സഹജീവികൾ അദ്ദേഹത്തിന്റെ സ്റ്റാഫ് റൂമിൽ പോയിരിക്കുമ്പോൾ അവരോട് സംസാരിക്കുന്നത്, അങ്ങനെ അദ്ദേഹം വലിയ എൻജോയ് ചെയ്തൊരു തൊഴിലാണത്. അദ്ദേഹത്തിന്റെ ഭാര്യ ഡോക്ടറാണ്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടില്ല, മറ്റുള്ള യാതൊരു പ്രശ്നങ്ങളും അദ്ദേഹത്തിനില്ല. പിന്നെ കലാപരമായിട്ട് ഉയർന്നു വരണമെന്ന് അദ്ദേഹം വല്ലാതെ സ്വപ്നം കണ്ടിരുന്നു. അദ്ദേഹം സ്വപ്നം കണ്ട കാർ അദ്ദേഹം മേടിച്ചു. ഇനി മുന്നോട്ടുള്ള ജീവിതം, അതും ഒക്കെ ഉപരിയായിട്ട് ആ 2 കുട്ടികളുടെ ജീവിതം, സ്വന്തം മക്കൾ, ഇത്രയേറെ കാര്യങ്ങളുള്ളപ്പോൾ എനിക്ക് അങ്ങോട്ട് ചോദിക്കാതിരിക്കാനാവില്ല. അങ്ങ് അദ്ദേഹത്തിന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ആയതുകൊണ്ട് വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, എന്തെങ്കിലും ഒരു വാക്ക്, കാരണം അദ്ദേഹം എന്തിനാണ് അത് ചെയ്തത്, എന്തെങ്കിലും ഒരു ഹിന്റ്. അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് എങ്ങനെ ആലോചിച്ചിട്ടും സാറിന് മാത്രമല്ല നമ്മുടെ നാട്ടുകാർക്കും അദ്ദേഹത്തെ അറിയുന്നവർക്കും ഈവൻ കുടുംബാംഗങ്ങൾക്ക് പോലും അറിയാത്ത ഒരു ചോദ്യമാണത്. എന്തിന് അദ്ദേഹം അത് ചെയ്തു എന്നുള്ളത് ചോദിച്ചാൽ എന്താണ് വസ്തുത എന്നുള്ളത് പ്രഷറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അങ്ങയുടെ ഈ വാക്കുകൾ ഉപകരിച്ചു. ആത്മാർത്ഥമായിട്ട് നന്ദി. അനൂപ് മാഷിൻ്റെ സംഗീത സ്വപ്നം, അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ ഇതാ ഈ ചേരൂർ 7th അവന്യൂ എന്ന ഈ ഫ്ലാറ്റിൻ്റെ 6ാമത്തെ ഫ്ലോറിലാണ്. വരൂ. ചേരൂർ 6A ഇലഞ്ഞി, ഇന്ദ്രിയങ്ങളിൽ പടരും ഈണങ്ങളുമായി ഇലഞ്ഞിക്കൂട്ടം. ഇങ്ങനൊരു സ്റ്റുഡിയോ ഭാവിയിൽ സ്വന്തമാക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്നമായിരുന്നു. ഈ ഫ്ലാറ്റിൻ്റെ ഉള്ളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിപ്പിച്ചത്.
കണ്ടിന്യൂസ് ഞങ്ങളുടെ കോളിംഗ് ബെല്ല് അടിച്ചപ്പോഴാണ് ഞാൻ തുറന്നു നോക്കിയത്. രാത്രി ആയതുകൊണ്ട് നമുക്ക് രാത്രി 2:30 2:30 ആ സമയത്ത് തന്നെയാണ് തുറന്നു നോക്കിയപ്പോൾ ഞാൻ ചെറിയ വാതിലുണ്ട്, അത് തുറന്നു നോക്കി. ആരാന്നറിയാത്തോണ്ട് നമ്മൾ രാത്രി ആയതുകൊണ്ട്. അപ്പൊ ഒരു പയ്യനെ വന്നത്, ആളുടെ ഫ്രണ്ടാണെന്ന് തോന്നുന്നു. ആളത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് അനൂപ് അവിടെ തൂങ്ങി നിൽക്കുന്നത്. നമ്മൾ പെട്ടെന്ന് ഷോക്കായി പോയി. അപ്പൊ അവര് വന്ന് തുറന്നപ്പോ വാതിൽ അടച്ചിട്ടില്ല. അവര് തുറന്നു നോക്കി, സ്റ്റുഡിയോയിൽ നോക്കിയപ്പോ ആരും ഇല്ല. അപ്പൊ എന്തായാലും ഓപ്പൺ ആയതുകൊണ്ട് ഉള്ളില്ലെന്ന് വെച്ചാൽ കിച്ചണിലേക്ക് കയറിപ്പോയപ്പോ അവിടുത്തെ ഫാനില് അടുത്തുള്ളതിൽ തൂങ്ങി നിൽക്കും. ആ ഒരു ലേഡിയുടെ കരച്ചിലുണ്ടായിരുന്നു. പക്ഷെ പോലീസ് തന്നെ ഞങ്ങൾ ആരും പുറത്തേക്ക് വന്നില്ല. കാരണം ഞങ്ങൾക്ക് ഇത് ജെന്യൂൻ ആണോ എന്ന് അറിയില്ല. പ്രത്യേകിച്ച് അനൂപിനെ പോലെ ഒരാളായതുകൊണ്ട് രാത്രി ഇനി ആരെങ്കിലും, അന്ന് സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല, ഇരുട്ടും ഒക്കെ അല്ലേ. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ആക്രമിച്ച് വെച്ചിട്ടാണ് നമ്മൾ വന്നത്. പിന്നെ വന്നപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയത്. അപ്പൊ അവരുടെ അമ്മ, വൈഫ്, പിന്നെ ഒരു ഫ്രണ്ട്, അങ്ങനെ അങ്ങനെ എല്ലാവരും വന്നിരുന്നു. അവർ നിരത്തിരുന്ന് കറിയായിരുന്നു. അപ്പൊ ഇതുപോലത്തെ വൈഫാണെന്ന് തോന്നുന്നു. ഇവിടെ ഇരുന്ന് കറിയേണ്ട ഒരു അടുത്തൊരു ചേച്ചി, ഒരു ലേഡി ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. അവരുടെ മടിയിൽ അവരുടെ അമ്മ കിടന്ന് കാണുന്നത്. അത് ഏകദേശം എത്ര സമയത്തായിരിക്കും അങ്ങ് കാണുന്നത്? മേ ബി ബിഫോർ 3:30. വൈഫും ഫ്രണ്ടും കൂടിയിട്ട് വന്ന് നോക്കിയതാണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ സംതിങ് അവർ വന്ന് നോക്കിയപ്പോഴാണ് ഇത് ഉണ്ടായിരുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആണ്. ആരും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തതാണ്. കാരണം അനൂപിന്റെ അങ്ങനെ ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് നമ്മൾ കാണുന്ന ഒരാളെന്നല്ലെങ്കിലും അത്ര ഇന്റിമേറ്റ് ആണ്. അനൂപ് എപ്പോഴും ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരാളാണ്. വരുന്നു, ആളുടെ റെക്കോർഡിംഗ് ഒക്കെ ലാസ്റ്റ് കണ്ടത് ആളുടെ ഫാമിലി ആയിട്ട് വന്നപ്പോഴാണ്. ചേരൂർ 7th Avenue ഫ്ലാറ്റിന്റെ അസോസിയേഷൻ അംഗമാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. അവരോടൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുന്ന ആളാണ് അനൂപ് മാസ്റ്റർ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ ഫ്ലാറ്റിലെ അന്തേവാസികൾ വന്ന് കാണുമ്പോൾ ആ സ്റ്റുഡിയോയുടെ ഉള്ളിൽ അനൂപ് മാഷിന്റെ അമ്മയും ഭാര്യയും അടങ്ങുന്ന കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ വിങ്ങി കരയുകയായിരുന്നു എന്നുള്ളത് ഇവിടുത്തെ ആളുകൾ തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാം, അനൂപ് മാഷുടെ ഭാര്യ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. നമുക്ക് ഉറപ്പിച്ച് പറയാം. കാതിൽ മെല്ലെ കിക്കിളി കൂട്ടും ചില്ലുലോലാക്കിൽ കാതരസ്വരമന്ത്രമുണർത്തും ലോലസല്ലാപം. ഒരു കോടി സൂര്യമണി തേടി തെളിവാനിൽ മെല്ലെയുയരാൻ ശിശിരം പകരും പനിനീർമഴയിൽ വെറുതെ നനു